ഗാസയിലെ ഇടവക വികാരി ഫാദർ ഗബ്രിയേൽ റോമനെല്ലിയെ ഫോണിൽ വിളിച്ച് സംസാരിച്ച് ഫ്രാൻസിസ് പാപ്പ. മാർപ്പാപ്പ തൻ്റെ പിതൃതുല്യമായ സാമീപ്യം പ്രകടിപ്പിക്കുന്നതിനാണ് ഗാസ ഇടവക വികാരിയെ ഫോണിൽ വിളിച്ചതെന്ന് പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നുള്ള പത്രക്കുറിപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ഗുരുതരാവസ്ഥയിലാണെങ്കിലും പാപ്പായുടെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതിയുണ്ടെന്ന് പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ചില പരിശോധനാ ഫലങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും വൃക്കയുടെ പ്രവർത്തനക്ഷമതയിലുണ്ടായിട്ടുള്ള നേരിയ കുറവ് ആശങ്കാജനകമല്ലെന്നും ഓക്സിജൻ നൽകുന്നത് തുടരുന്നുണ്ടെങ്കിലും അളവിൽ നേരിയ കുറവ് വരുത്തിയിട്ടുണ്ടെന്നും പത്രക്കുറിപ്പിൽ പറയുന്നു. രാവിലെ പാപ്പ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ഉച്ചകഴിഞ്ഞ് ഔദ്യോഗിക കൃത്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തുവെന്നും തൻ്റെ ആരോഗ്യത്തിനായി പ്രാർത്ഥിച്ച ദൈവജനത്തിന് മുഴുവനും നന്ദി പറയുന്നുവെന്നും പത്രക്കുറിപ്പിൽ വെളിപ്പെടുത്തുന്നു. ശ്വാസനാള വീക്കത്തെ തുടർന്ന് കൂടുതൽ പരിശോധനകൾക്കായി ഫെബ്രുവരി 14 വെള്ളിയാഴ്ച ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട പാപ്പായ്ക്ക് പിന്നീട് ഇരു ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ചതായി കണ്ടെത്തുകയും തുടർന്ന് വൈദ്യസംഘം ചികിത്സയിൽ മാറ്റങ്ങൾ വരുത്തുകയും കൂടുതൽ ശക്തി കൂടിയ മരുന്നുകളടങ്ങിയ ചികിത്സ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് പാപ്പായ്ക്ക് ശ്വാസതടസ്സം ഉണ്ടാകുകയും ഓക്സിജൻ നൽകി തുടങ്ങുകയും ചെയ്തത്.